കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോർജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡ്രാഗൺ ചിക്കൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കുവാനായി ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു കോഴിയുടെ ചെസ്റ്റ് ഭാഗം, അതായത് നെഞ്ച് ഭാഗത്ത് ബോൺലെസ് ചെയ്ത് എടുത്തതാണ്. ഇതുപോലെ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ക്യാപ്സിക്കം ഒരു വലുത് നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട്, സവാള വലുത് ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, ഉള്ളിത്തണ്ട് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ നീളത്തിലരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം ചെറുതായി സ്ലൈസ് ചെയ്തത്, ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ, അതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 മുട്ട, 1 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഒരല്പം വെള്ളം ഇതിലേക്കൊഴിച്ച് വീണ്ടും ഇത് മിക്സ് ചെയ്യാം. ഇത് ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ ചിക്കനിൽ ഇത് നന്നായി പിടിച്ചിരിക്കില്ല. ആ കോട്ടിംഗ് കറക്റ്റായിട്ട് ഇരിക്കുവാൻ വേണ്ടി ഇതിന് നല്ല തിക്നെസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മാവ് എത്തത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്കിന് വേണ്ടി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഡ്രാഗൺ ചിക്കന് ആവശ്യത്തിനുള്ള സോസുകൾ നമുക്കെടുക്കാം. ഇപ്പോൾ തന്നെ ഒരു ബോളിലേക്ക് ഇതെടുത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ പിന്നീട് ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നത് ഒഴിവാക്കാം. ആദ്യം തന്നെ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യുവാൻ ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എല്ലാ പീസുകളും ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അടർത്തി കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ്റെ പരുവത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട, ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ല, നല്ല രീതിയിൽ അതിൻ്റെ കോട്ടിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ചിക്കനും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കുവാനായി ഒരു ഫ്രൈ പാൻ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാള ആ പച്ചയായി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയം നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ആദ്യം ചേർക്കാഞ്ഞത് അത് കൂടുതൽ ഡ്രൈ ആയി പോവും, അതുകൊണ്ടാണ്. ഈ സമയം ചേർക്കുവാണെങ്കിൽ നമുക്ക് ആ വേണ്ട രീതിയിൽ തന്നെ അത് കിട്ടും.
ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരുപാട് വാടിപ്പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസുകൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ചിക്കനിൽ നമ്മളൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ സോയാ സോസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്, അതിനും ഒരല്പം ഉപ്പ് രസം ഉണ്ടാവും. അപ്പം അതെല്ലാം കണക്ക് കൂട്ടി വേണം നമ്മൾ ഉപ്പ് ചേർക്കുവാനായിട്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലവർ ചെറിയ കപ്പിൽ കലക്കി വെച്ചിട്ടുണ്ട്, ഒരല്പം വെള്ളത്തിൽ. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ഒരു കൊഴുപ്പ് ഇതിനായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിക്കണം. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫുൾ തീയിൽ തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, അതായത് ഉള്ളിത്തണ്ടും ഇട്ട് കൊടുക്കാം. വീണ്ടും ആ നല്ല തീയിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അത് കാണുവാനായിട്ടൊക്കെ ഒരു നല്ല രസമായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എള്ള് എത്തത്തക്ക വിധത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഫുൾ തീയിലേക്ക് വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ അതിൻ്റെ മസാലയും എല്ലാം എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ വളരെ ഈസിയായി നമുക്കെല്ലാവർക്കും വീടുകളിൽ ചെയ്യാവുന്ന ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തി, പൊറോട്ട, റൊട്ടി, റൈസ് ഐറ്റംസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.